ഇന്ന് നമ്മൾ പൊട്ടാറ്റോ ഫിംഗറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ശേഷം ഇതെല്ലാം കൂടെ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കുകയാണ്. അപ്പോൾ കുഴച്ച് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 3/4 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടാണ് നമ്മുടെ ഡോ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. കുഴയ്ക്കുന്ന സമയത്ത് അഥവാ കയ്യിലൊട്ടി പിടിക്കുകയാണെങ്കിൽ ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളിപ്പോൾ ഡോ ഏകദേശം ഒരു 5 മിനിറ്റോളം മാവ് കുഴച്ചെടുത്തപ്പോഴേക്കും മാവെല്ലാം ഇതാ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. നമ്മളിപ്പോൾ ഒരു 4 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാദാ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്, അത് ആവശ്യത്തിന് ചേർക്കാം. ശേഷം ഇതെല്ലാം കൂടെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡോ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈക്വൽ വലിപ്പത്തിലുള്ള ഒരു 8 പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. ശേഷം കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ 2 വശവും ആദ്യം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ അത്യാവശ്യം വലിപ്പത്തിൽ നമ്മുടെ ചപ്പാത്തിയുടെ ഒരു കട്ടിയിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ 4 സൈഡും ഈക്വലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻട്രലായിട്ടും നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം സാധാ നോർമൽ വാട്ടർ വെച്ചിട്ട് 4 വശവും ആദ്യം ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വശത്ത് ഇതുപോലെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ശേഷം ഒരു മടക്ക് മടക്കിയതിന് ശേഷം നമ്മൾ 2 സൈഡും വിരൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ശേഷം ഇതുപോലെ പതിയെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് 2 വശവും കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിലൊരു പാൻ വെച്ച് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.